അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധ റമളാൻ അവസാനിക്കാറാകുന്ന ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് റമളാൻ കൊണ്ട് എന്താണോ നമ്മൾ നേടിയെടുക്കേണ്ടത് അത് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതാണ്. ഒന്നാമതായി നോമ്പിന് ലക്ഷ്യമായിക്കൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നത് ലഅല്ലക്കും തഷ്കുർ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടി എന്നാണ്. അപ്പോൾ തഖ്വ ജീവിതത്തിൽ ആർജിക്കുവാൻ ഈ നോമ്പ് പര്യാപ്തമായിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്. പിന്നീട് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകളുടെ അവസാനങ്ങളിൽ അള്ളാഹു ആ ആയത്തുകൾ അവസാനിപ്പിക്കുന്ന രീതി നമ്മൾ പരിശോധിച്ചാൽ, ഒന്ന് ലഅല്ലക്കും തത്തഖൂൻ, രണ്ടാമത്തത് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്റുള്ളവരാവാൻ വേണ്ടി, മൂന്നാമത്തത് ലഅല്ലഹും യർഷുദൂൻ, നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കാൻ വേണ്ടി, ഹിദായത്തുള്ളവരാക്കാൻ വേണ്ടി. അപ്പോൾ തഖ്വയും ശുക്റും ഹിദായത്തും മൂന്നും നമുക്ക് റമളാനിൽ നേടിയെടുക്കേണ്ടതുണ്ട്. ഇത് മൂന്നും നേടിയെടുക്കുന്നതിൽ നമ്മൾ എത്രത്തോളം വിജയിച്ചു എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ശുക്ർ എന്ന് പറയുമ്പോൾ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ സമ്മതിക്കുകയും നമ്മൾ അള്ളാഹുവിന് ഒരു ഇത്തിറാഫ് നടത്തുക, നമ്മൾ അതിനെ സമ്മതിച്ചു കൊടുക്കുക അള്ളാഹുവിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് നമ്മൾ അംഗീകരിക്കുക. അതിനുശേഷം നമ്മൾ അള്ളാഹുവിന് സനാ മഹ്ദ്, അതായത് അള്ളാഹുവിന് സനാ ചെയ്യുക, അള്ളാഹുവിനെ പുകഴ്ത്തുകയും അള്ളാഹുവിന് ഹംദ് ചെയ്യുകയും അവനെ സ്തുതിക്കുകയും എല്ലാം ചെയ്യുക, നാവ് കൊണ്ട് സ്തുതിക്കുക. മൂന്നാമതായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ അത് ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിന് ശുക്റുള്ളവരായി മാറുകയാണ്. മൂന്നാമതായി ലഅല്ലഹും യർഷുദൂൻ, ഈ യർഷുദൂൻ എന്ന് പറഞ്ഞാൽ ഹിദായത്ത് ലഭിക്കാനുള്ള മാർഗം ഖുർആനാണ്. ആ ഖുർആനുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കാൻ ഈ നോമ്പ് കൊണ്ട് നമുക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നോമ്പ് അത് വിജയകരമായ നോമ്പായിത്തീരും. മറിച്ച് ഈ മൂന്ന് കാര്യങ്ങളിലും വീഴ്ച വരുത്തിക്കൊണ്ടാണ് നമ്മുടെ റമളാൻ അവസാനിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ റമളാൻ വന്നു കിട്ടിയിട്ടും അതിനെ ഉപയോഗപ്പെടുത്താതെ പോയ ആളുകളിൽ നമ്മൾ ഉൾപ്പെടും. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിഭയങ്കരമായ നഷ്ടമായിരിക്കും. കാരണം ഇനിയൊരു റമളാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പും ഇല്ല. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ റമളാനിനെ ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളാവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഇനി വരാനുള്ള ദിവസങ്ങൾ, റമളാനിൻ്റെ ദിനരാത്രങ്ങൾ എത്ര കുറച്ചാണെങ്കിലും ശരി, അതെങ്കിലും കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്ന് പറയാൻ സാധിക്കുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അത്തരം പരിശ്രമങ്ങൾക്ക് അല്ലാഹു എല്ലാവിധ തൗഫീഖും നൽകുമാറാവട്ടെ.